അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപ് യുഗം വീണ്ടും ശക്തി പ്രാപിക്കുമ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് 2026 സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗത്തിലെ ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ്. സാധാരണ ഒരു പ്രസംഗം എന്നതിലുപരി അമേരിക്കയുടെയും ലോകത്തിന്റെയും ഭാവി നിർണ്ണയിക്കുന്ന വലിയ പ്രഖ്യാപനങ്ങളാണ് ഇത്തവണത്തെ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ്സിൽ ട്രംപ് നടത്തിയിരിക്കുന്നത്. ചരിത്രം തിരുത്തി കുറിക്കാൻ 108 മിനിറ്റുകൾ. ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റോൾ ഹില്ലിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് മുഴക്കിയ ആ വാക്കുകൾ വെറും ഒരു പ്രസംഗമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിന്റെ വിളംബരമായിരുന്നു. അമേരിക്കൻ സുപ്രീം കോടതിയോട് പരസ്യമായി കൊമ്പുകോർത്തും ഇറാന് കടുത്ത താക്കീത് നൽകിയും സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചും ട്രംപ് തന്റെ സുവർണ യുഗത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ട്രംപിന്റെ ഈ മാരത്തൺ പ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. എന്തൊക്കെയായിരുന്നു ആ പ്രസംഗത്തിലെ പ്രധാന പോയിന്റുകൾ? ട്രംപിന്റെ ഈ നീക്കങ്ങൾ ഇന്ത്യയെയും ലോകത്തെയും എങ്ങനെ ബാധിക്കും നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു സാധാരണ സ്പീച്ച് ആയിരുന്നില്ല. ഏകദേശം 108 മിനിറ്റ്, അതായത് 1 മണിക്കൂറും 48 മിനിറ്റും നീണ്ടുനിന്ന ഈ പ്രസംഗം അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗമായി മാറിയിരിക്കുകയാണ്. പഴയ റെക്കോർഡുകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രംപ് തന്റെ വിന്റേജ് സ്റ്റൈലിൽ കളം നിറഞ്ഞു. ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക, അമേരിക്കയുടെ സുവർണ കാലഘട്ടം ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം രാജ്യത്തോട് പ്രഖ്യാപിച്ചത്. സാമ്പത്തിക കാര്യങ്ങളിൽ ട്രംപ് വളരെ അഗ്രസീവായ നിലപാടാണ് സ്വീകരിച്ചത്, പ്രത്യേകിച്ച് താരിഫുകളുടെ കാര്യത്തിൽ. അടുത്തിടെ അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിന്റെ ചില താരിഫ് നിയമങ്ങൾ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇതിനെതിരെ പ്രസംഗത്തിൽ അദ്ദേഹം ആഞ്ഞടിച്ചു. കോടതി വിധി തിരിച്ചടിയാണെങ്കിലും ഇറക്കുമതി തീരുവകൾ നടപ്പിലാക്കാൻ താൻ ഓൾട്ടർനേറ്റീവ് ലോസ് ഉപയോഗിക്കുമെന്നും അതിനായി കോൺഗ്രസിന്റെ അനുവാദം പോലും കാത്തു നിൽക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കൻ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കാനാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. വിദേശ നയത്തിന്റെ കാര്യത്തിലും ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഇറാനെതിരെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇറാൻ ഒരിക്കലും ആണവായുധം നിർമ്മിക്കില്ല എന്ന വാക്ക് കേൾക്കുന്നത് വരെ സമ്മർദ്ദം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യമെങ്കിൽ സൈനിക നടപടി പോലും ഉണ്ടാകാമെന്നും സൂചനയും നൽകിയിട്ടുണ്ട്. അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ ഭരണകൂടം കഠിനമായി പരിശ്രമിക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. മാസത്തിൽ 25,000 സൈനികർ കൊല്ലപ്പെടുന്ന ഈ ഒരു യുദ്ധം താൻ പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഉണ്ടാകില്ലായിരുന്നു എന്ന പതിവ് പല്ലവി അദ്ദേഹം ഇത്തവണയും ആവർത്തിച്ചു. പ്രസംഗത്തിനിടെ സഭയ്ക്കുള്ളിൽ വലിയ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ട്രംപ് റിപ്പബ്ലിക്കന്മാരുടെ കൈയടി നേടുമ്പോൾ ഡെമോക്രാറ്റുകൾ നിശബ്ദരായി ഇരുന്ന് പ്രതിഷേധിച്ചു. ചിലർ പ്ലക്കാർഡുകൾ ഉയർത്തി കാണിക്കുകയും ചിലർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതൊരു തെരഞ്ഞെടുപ്പ് റാലി പോലെയാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. എന്നാൽ ട്രംപ് ഇതൊന്നും കാര്യമാക്കാതെ തന്റെ പ്രസംഗം തുടർന്നു.